ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് NIRF, യുനെസ്കോ കലിംഗ പ്രൈസ്, നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗ്രീസ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIRFനെ കുറിച്ചാണ്. അപ്പോൾ ഈ NIRF അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നുള്ള ടോപ്പിക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ 2024 ഈ റാങ്കിങ് പബ്ലിഷ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ ഈ റാങ്കിങ്ങിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ NIRF എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. ഓക്കെ, ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 2016 തൊട്ട് ഇപ്പോൾ 2024 വരെ വർഷാവർഷം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റാങ്കിങ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അന്ന് ഇത്തരത്തിൽ MHRD ആയിരുന്ന സമയത്ത് 2014-15 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഹൈ ലെവൽ മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ടാണ് ഈ NIRF അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മീറ്റിങ്ങുകളുടെയൊക്കെ അവസാനം 2015 ഈ NIRF നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അന്നത്തെ MHRD അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു NIRFന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ റാങ്കിങ് പബ്ലിഷ് ചെയ്യുന്നത് 2016. അപ്പോൾ ഈ ഒരു റാങ്കിങ്ങുകൾക്കകത്ത് ഇവർ ബ്രോഡ്ലി കവർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് 5 പാരാമീറ്റേഴ്സ് ആണ്. ഈ 5 പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ പാരാമീറ്ററിനും പെർട്ടിക്കുലർ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്നത് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ് എന്നാണ്. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജ് 30 ആണ്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പാരാമീറ്റർ, അതിനും 30 ആണ് വെയിറ്റേജ്. പിന്നെ ഗ്രാജുവേഷൻ ഔട്ട്കം ഉണ്ട്, ഇതിന് 20 വെയിറ്റേജ് ആണുള്ളത്. നാലാമതായിട്ടുള്ളത് ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റിയും അവസാനത്തത് പെർസെപ്ഷനുമാണ്. ഈ രണ്ടെണ്ണത്തിനും അവസാനത്തെ രണ്ടെണ്ണത്തിനും 10 വീതമാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 100 വെയിറ്റേജിലാണ് ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ റാങ്ക് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ടാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വർഷത്തെ NIRF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 16 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കോംപ്രഹെൻസീവ് റാങ്കിങ് ഉണ്ട്, അതിൻ്റെ പേര് ഓവറോൾ എന്നാണ്. അപ്പോൾ ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് കൂടാതെ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിഗ്രി കോളേജസ്, ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റാങ്കിങ്ങുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അതുകൂടാതെ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോരോ ഡിസിപ്ലിൻസ് തിരിച്ചുകൊണ്ടുള്ള റാങ്കിങ് ഉണ്ട്. ഉദാഹരണത്തിന് എഞ്ചിനീയറിങ്, മാനേജ്മെന്റ്, ഫാർമസി, ലോ, മെഡിക്കൽ, ഡെന്റൽ, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് എന്നീ സെക്ടേഴ്സ് അല്ലെങ്കിൽ എന്നീ ഡിസിപ്ലിൻ സ്പെസിഫിക് റാങ്കിങ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ ഈ റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന പുതിയ മേഖലകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് കൂടാതെ ഇപ്പോൾ ഈ 2024 റാങ്കിങ്ങിനകത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, സ്കിൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന 3 അഡീഷണൽ കാറ്റഗറീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് NIRFന്റെ കേസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് യുനെസ്കോ കലിംഗ പ്രൈസിനെ കുറിച്ചാണ്. യുനെസ്കോ കലിംഗ പ്രൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് യുനെസ്കോ 1951 തൊട്ട് കൊടുക്കുന്ന ഒരു പ്രൈസാണ് യുനെസ്കോ കലിംഗ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ യുനെസ്കോ കലിംഗ പ്രൈസിനുള്ള ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് മേക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും കലിംഗ ഫൗണ്ടേഷനും, അതായത് ഒഡീഷ സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന കലിംഗ ഫൗണ്ടേഷനും, അതുപോലെ തന്നെ 2001 തൊട്ട് അഡീഷണൽ ആയിട്ട് മിനിസ്ട്രി ഓഫ് സയൻസും കൂടിയാണ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടിയാണ്. അപ്പോൾ അവർ ഈ യുനെസ്കോ കലിംഗ പ്രൈസിനുള്ള കോൺട്രിബ്യൂഷൻസ് ഈ യൂണിയൻ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിഡ്രോ ചെയ്തതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒഡീഷയിലെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നവീൻ പട്നായിക്
രംഗത്ത് വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ യുനെസ്കോ കലിംഗ പ്രൈസ് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ഒരു ഇന്റർനാഷണൽ അവാർഡാണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു NGOയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻറ്റിറ്റിയോ ഈ സയൻസ് ആൻഡ് ടെക്നോളജിനെ അല്ലെങ്കിൽ സയൻസിനെയോ ടെക്നോളജിനെയോ പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ജനങ്ങൾക്കിടയിൽ പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിന് കൊടുക്കുന്ന ഒരു റെക്കഗ്നിഷനാണ് ഈ കലിംഗ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോപ്പുലറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TV പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് പോലുള്ള വെബ് പ്രോഗ്രാംസോ റേഡിയോ പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതായത് യൂഷ്വലി ഇത്തരത്തിലുള്ള പബ്ലിക് റിലേഷൻസ് നമ്മൾ നടത്തുന്ന ചാനൽസിലൂടെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പോപ്പുലറൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോപ്പുലറൈസേഷന്, സയൻസിനെ പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ മേക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംഘടന മേക്ക് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് യുനെസ്കോ കൊടുക്കുന്ന ഒരു അവാർഡാണ് യുനെസ്കോ കലിംഗ പ്രൈസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ യുനെസ്കോയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ യുനെസ്കോയുടെ അവാർഡുകളിലെ അല്ലെങ്കിൽ യുനെസ്കോ കൊടുക്കുന്ന പ്രൈസുകളിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പ്രൈസായിട്ട് കണക്കാക്കുന്നത് ഈ യുനെസ്കോ കലിംഗ പ്രൈസ് ആണ്. കാരണം ഇത് 1951 തൊട്ട് നിലവിലുണ്ട്. 1951 അന്നത്തെ ബിജോയ് ആനന്ദ് പട്നായിക് എന്ന് പറയുന്ന ഈ കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ആദ്യത്തെ ഫൗണ്ടറും അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ പ്രസിഡന്റും ആയിട്ടുള്ള ആൾ കൊടുത്തിട്ടുള്ള ഡൊണേഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ കലിംഗ ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഡൊണേഷന്റെ അടിസ്ഥാനത്തിലാണ് 1951 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇനീഷ്യലി 1951 ഇത് ആരംഭിച്ചത് തൊട്ട് ആദ്യ കാലഘട്ടത്തിൽ ഒരു 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ആക്ച്വലി ഒരു ആനുവൽ പ്രൈസ് ആയിരുന്നു. എല്ലാ വർഷവും ഈ പ്രൈസ് കൊടുക്കുമായിരുന്നു. പക്ഷേ 2009 തൊട്ട് ഇങ്ങോട്ട് ഇതിപ്പോൾ ബൈയാനിയൽ ആയിട്ടാണ്, അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രൈസിനുള്ള നിലവിലുള്ള പ്രൈസ് മണി എന്ന് പറയുന്നത് $40,000 ആണ്. അതായത് $40,000 ആണ്. അപ്പൊ ഇതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ കലിംഗ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതിനുള്ള സപ്പോർട്ട് വിഡ്രോ ചെയ്തു എന്നുള്ളൊരു കാര്യം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സയൻസിനെ പോപ്പുലറൈസ് ചെയ്യുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ സയൻസിനെ ജനകീയമാക്കുന്ന കാര്യത്തിന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ഒരേ ഒരു ഇന്റർനാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ഈ കലിംഗ പ്രൈസ് ആണ്. അപ്പൊ ആ രീതിയിൽ ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ അവാർഡിന് നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കലിംഗ പ്രൈസിന്റെ അവാർഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് വിന്നർ ആയിട്ട് വരുന്ന ആൾക്ക് ഈ കലിംഗ പ്രൈസ് ആർക്കാണോ കിട്ടുന്നത് അവർക്കൊരു നേരത്തെ പറഞ്ഞ ഒരു $40,000 പ്രൈസ് മണിയും പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരിലുള്ള ഒരു സിൽവർ പ്രൈസുമാണ് അല്ലെങ്കിൽ ഒരു ട്രോഫിയാണ് ഇതിനെ കൂടെ കിട്ടുന്നത്. അപ്പൊ ഈ അവാർഡ് കിട്ടുന്നത് ആർക്കാണോ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2001 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു രുചി റാം സാനി ചെയർ എന്ന് പറയുന്ന സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവാർഡ് ഉണ്ട്. അതിന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെയും കൂടി വിന്നറായിട്ട് മാറും. ഓക്കെ. അപ്പൊ ഈ കലിംഗ പ്രൈസിന്റെ 50ാം വാർഷികത്തിന്റെ സമയത്താണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ റുചിറാം സാനി ചെയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു $5,000 എന്തോ ആണ് ഇതിന്റെ പ്രൈസ് മണി ആയിട്ട് വരുന്നത്. അതുകൂടാതെ ഇവർ ഈ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ അവാർഡ് വിന്നർ ഇന്ത്യയിലുടനീളം ഒരു ടൂർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനൊക്കെ ഈ റുചിറാം സാനി ചെയറിന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം 2021 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ട് അനുസരിച്ച് ഈ ഇന്ത്യയിലെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെന്ററിൽ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് കൗൺസിൽസ് ഈ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഇന്ത്യയിലെ വെറും 14 സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും മാത്രമേ ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ബേസിക്കലി ഈ ഒരു നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷന്റെ വയലേഷനാണ്. കാരണം ഈ നിയമത്തിനകത്ത് പറയുന്നത് ഈ നിയമം പാസ്സാക്കി 6 മാസത്തിനകത്ത് സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ നിയമം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം വന്നതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9 ഉണ്ട്.
അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ ഒരു നാഷണൽ കമ്മീഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. സോ ഇന്ത്യയിലെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ്, പ്ലസ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലവിൽ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷന്, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, നാഷണൽ നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ പോലുള്ള നിലവിലുള്ള ചില റെഗുലേറ്ററി ബോഡികളുണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള. ഇവരുടെ കീഴിൽ കവേർഡ് അല്ലാത്ത ബാക്കിയുള്ള അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എല്ലാം തന്നെ ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന്റെ കീഴിലാണ് കവർ ചെയ്യപ്പെടുന്നത്. അത് ഏകദേശം 10ഓളം പ്രൊഫഷൻസ് പറയുന്നുണ്ട്. ഈ ഒരു നാഷണൽ കമ്മീഷന്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ നാഷണൽ കമ്മീഷനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്യുന്നത് ഈ വർഷം മാർച്ചിലാണ്. അപ്പൊ ഇതിന്റെ കോമ്പോസിഷൻ ആയിട്ട് പറയുന്നത് ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും ഇത് കൂടാതെ ഒരു വൈഡ് നമ്പർ ഓഫ് മെമ്പേഴ്സിനെ പറയുന്നുണ്ട്. ഇതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെയും മിനിസ്ട്രീസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന 5 മെമ്പേഴ്സ് ഉണ്ടാവും. അത് കൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിഫറെന്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഡെപ്യൂട്ടി ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രീൻറ്റൻഡൻസോ ഉണ്ടാവും. അതുകൂടാതെ സ്റ്റേറ്റ് കൗൺസിൽസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 12 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. ഇത്തരത്തിൽ വലിയൊരു ബോഡിയാണ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന്റെ ഒരു ഓൺലൈൻ സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന്റെയും ഒരു ഓൺലൈൻ സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമതായിട്ട് ഈ ഒരു അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ അവരുടെ കോഴ്സുകൾ, കരിക്കുലം, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷൻ, ട്രെയിനിങ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വേണ്ടി വരുന്ന മാക്സിമം ഫീ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഏത് തരത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത്, അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഗ്രോത്തിൻ്റെ ആണെങ്കിലും ഡിക്ലൈൻ്റെ ആണെങ്കിലും പേസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം നിലവിൽ ഈ ഇൻഡെക്സ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസാമാസമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് CSO ആണ് എല്ലാ മാസവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേസ് ഇയറിൻ്റെ ഈ ഇൻഡെക്സിനകത്ത് ബേസ് ഇയറിൻ്റെ ഒരു നമ്പറായിട്ട് എടുക്കുന്നത് 100 ആണ്. അപ്പോൾ ഈ 100ൽ കൂടുതലാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനകത്ത് ഇൻക്രീസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് ബേസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഡിക്ലൈൻ ആണെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനകത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനകത്ത് കുറവ് വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഗ്രീസ് ആണ്. സോ ഗ്രീസിലിപ്പോൾ ഒരു വലിയ രീതിയിലുള്ള വൈൽഡ് ഫയർ വീണ്ടും സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഗ്രീസ് എന്ന് പറയുന്നത് ബേസിക്കലി സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള ബാൽക്കൻ പെനിൻസുല ഉണ്ട്. ഈ ബാൽക്കൻ പെനിൻസുലയുടെ സദേൺ ടിപ്പിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ഇവരുടെ ഗ്രീസിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഹെലനിക് റിപ്പബ്ലിക് എന്നാണ്. ഇനി ഇവരുടെ അയൽ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിലായിട്ട് അൽബേനിയയാണ് ഉള്ളത്. അതുപോലെ തന്നെ നോർത്തേൺ സൈഡിലായിട്ട് നോർത്ത് മാസിഡോണിയയും അതുപോലെ തന്നെ ബൾഗേറിയയുമാണുള്ളത്. അതുപോലെ തന്നെ തുർക്കി, ഏജിയൻ സീ എന്നീ 2 രാജ്യങ്ങളാണ് ഇവരുടെ ഈസ്റ്റേൺ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ സദേൺ സൈഡിലായിട്ടാണുള്ളത് സീ ഓഫ് ക്രെറ്റ എന്ന് പറയുന്ന ഒരു സീയും അതുപോലെ തന്നെ ഓവറോൾ മെഡിറ്ററേനിയൻ സീയുമാണ്. ഓക്കെ, ഇവരുടെ വെസ്റ്റേൺ സൈഡിലാണ് മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമായിട്ടുള്ള ഇയോണിയൻ സീ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ്. ബേസിക്കലി നമ്മൾ ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒക്കെ ഒരു ഒറിജിൻ പ്ലേസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഗ്രീസ് ആണ്. അതുപോലെ തന്നെ ഈ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി ആയിട്ട്, അതായത് ജനാധിപത്യത്തിൻ്റെ
തുടക്കം നമ്മൾ കണക്കാക്കുന്നത് ഗ്രീസിനെയാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫി, വെസ്റ്റേൺ ഹിസ്റ്റോഗ്രഫി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, വെസ്റ്റേൺ ലിറ്ററേച്ചർ, തിയേറ്റർ, ഒളിമ്പിക്സ്, അതുകൂടാതെ ഈ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിനകത്ത് വരുന്ന ഒരുപാട് മേജർ പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെയൊക്കെ ഒറിജിൻ പ്ലേസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന് ഈ പറയുന്ന ഏജിയൻ സീലും അതുപോലെ തന്നെ ഈ സീ ഓഫ് ക്രെറ്റയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഐലൻഡുകളും കൂടിയുള്ള ഒരു രാജ്യമാണ് ഗ്രീസ് എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.